ചരിത്രത്തിൽ ഇടം തേടി പല ഇതിഹാസങ്ങളും വന്നു ജീവിച്ചു കടന്നുപോയി. എന്നാൽ ചരിത്രത്തെ തന്നെ വിഭജിച്ച ഒരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ ചരിത്രത്തിൽ മാത്രമല്ല ഇടം പിടിച്ചത്, പിന്നെയോ തലമുറകളുടെ ഹൃദയങ്ങളിലാണ്, മനുഷ്യ മനസ്സുകളിലാണ്. കാലം മറക്കാത്ത ഈ ചരിത്ര പുരുഷന്റെ മരണദിനത്തിൽ ഞങ്ങൾ വിനയപൂർവ്വം അവതരിപ്പിക്കുന്നു നല്ല വെള്ളിയിലെ ശൂന്യവൽക്കരണം. എടോ പാതിരി, ഞാൻ ഈ കവിത പാടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? ഞാനൊരു നിരീശ്വരവാദിയാണ്. എന്റെ വിഷയം ഈ സമൂഹത്തിന്റെ ഉന്നതിയാണ്. ദൈവത്തിന് വേണ്ടി ഞാൻ പാടില്ല. ഈ പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി മാത്രമേ ഞാൻ പാടാറുള്ളൂ. എന്റെ കവിതയ്ക്ക് നിങ്ങളുടെ ശബ്ദം നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ഈ കവിത താങ്കൾ എനിക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും പാടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ വക തട്ടിപ്പൊന്നും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പറഞ്ഞില്ലേ? സ്നേഹിത, നിങ്ങൾ ഈ കവിത പാടിയില്ലെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് പാടാതിരിക്കാനാവില്ല. ഞാൻ ഈ വരികൾ ഇവിടെ വെക്കുന്നുണ്ട്. അതിലെൻ്റെ മൊബൈൽ നമ്പർ കാണും. എപ്പോഴെങ്കിലും വായിച്ചിട്ട് പാടാൻ തോന്നിയാൽ വിളിക്കാൻ മറക്കല്ലേ. ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ കാണാം. ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം. നനവിറ്റ് വീഴും ഈ സ്നേഹപ്രവാഹത്തിൽ നനവേറ്റ് ഋതുവായ പാഴ്നിലങ്ങൾ. ഹോ, പാതിരി കൊള്ളാമല്ലോ. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. സമയം കിട്ടാണേൽ വായിക്കാം. നല്ല ക്ഷീണമുണ്ട്. നല്ല ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കാം. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ യേശുവിനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ, അവന്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദൈവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു തരും. ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. ഞാൻ ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിച്ചു? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? അവന്റെ കുരിശ് പരാജയത്തിന്റെ അടയാളമേ ആയിരുന്നില്ല. പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തിയവന്റെ സിംഹാസനമായിരുന്നു അത്. അവനെ അടിച്ചു തകർത്ത ചാട്ട ചോരച്ചായം പൂശിയതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അത് അവനെ രാജകീയ പട്ടുടുപ്പിക്കുകയായിരുന്നു എന്ന് ആരറിഞ്ഞു? മുൾമുടിയും മുറിവുകളും ആ രാജകീയ പ്രൗഢിയുടെ അടയാളങ്ങളായിരുന്നു. കാൽവരി മാമലേ ശോണിത ശോഭയ ഏറ്റൻ കുശതിൽ ആവാരപ്പു വീട്ടീർത്തു സിംഹാസനം പ്രിയനേ മൂടി കിരീടം മൂടിയായി ചാത്തിയോ
ചേർത്തവന ചോര പതാരേ ഭൂതലം പാണിമേലാണികൾ അംശജൻ ഒരുക്കി ചാത്താവാരച്ചു ചേർത്ത ചായങ്ങൾ മേലാകെ വീരിച്ചതാ മേലങ്കി നീയവേ രാജാദി രാജൻ വാഴ രാജാദി രാജൻ വാഴ രാജാദി രാജൻ വാഴ രാജാദി രാജൻ വാഴ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെ, ഈശോ മരിച്ച ദിവസം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുഃഖത്തിലാണ് എന്ന് എനിക്കറിയാം. ഈശോയുടെ വേർപാടിന്റെ ഈ ദിനത്തിൽ ഞങ്ങൾ ദുഃഖാർത്ഥരാണെങ്കിലും കർത്താവിന്റെ മരണത്തിലൂടെ അവിടുന്ന് നമുക്ക് നേടിത്തന്ന രക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ നല്ല വെള്ളിയിൽ കർത്താവിനോട് ചേർന്ന് ഞങ്ങളും സന്തോഷിക്കുന്നു. എന്റെ ശിഷ്യഗണം ഇതാ മിടുക്കരായി തീർന്നിരിക്കുന്നു. അതെ, വിശ്വാസ പരിശീലക, ക്രിസ്തുവിൽ ഞങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കുന്നു. കാരണം അങ്ങയുടെ വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. അതേ മക്കളെ, നമുക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അവനിൽ കുറ്റം ആരോപിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞത്. തീർച്ചയായും വിശ്വാസ പരിശീലക, ഞങ്ങൾ അത് ഓർക്കുകയും അവിടുന്ന് ഒരു കുറ്റം ആരോപിക്കാൻ ആർക്കും സാധിക്കാത്തതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസ പരിശീലകനും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. നിർത്ത് നിങ്ങളുടെ ഇത്തരം മങ്ങിയ കാഴ്ചകളെ പറ്റിയുള്ള സംഭാഷണങ്ങൾ. ഹേ മനുഷ്യ, ഞങ്ങളുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ കയറി വന്ന് ഞങ്ങളോട് നിർത്താൻ പറയാൻ നിങ്ങൾ ആരാണ്? ഞാനൊരു നിരീശ്വരനായ കവിയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസത്തിൽ ഇടപെടാൻ എനിക്കെന്നല്ല ആർക്കും അവകാശമില്ല. അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് തരുന്നുണ്ടല്ലോ. എങ്കിലും ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പുലമ്പുന്നത് സഹിക്കാനായില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ക്രിസ്തുവിൽ കുറ്റം ആരോപിക്കാൻ ആർക്കും സാധിക്കില്ലത്രേ. ഹോ, അതായിരുന്നല്ലേ താങ്കളുടെ വിഷയം? വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെ, ക്രിസ്തുവിൽ കുറ്റമാരോപിക്കാൻ ആർക്കും സാധിക്കില്ല എന്നത് നിങ്ങൾ തന്നെ തെളിയിക്കൂ. ശിഷ്യഗണമേ, നിങ്ങൾക്ക് ലഭിച്ച തിരുവചനത്തിലെ ജ്ഞാനം ഈ ലോകർക്ക് മുമ്പിൽ പകർന്നു കൊടുക്കുകയും അവിടുന്ന് കുറ്റം ആരോപിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഞങ്ങൾ പറയാം, അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ്. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്, ആദ്യവും അന്ത്യവുമാണ്. സത്യത്തിനു വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തവനാണ് അവിടുന്ന്. പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത നാമമാണ് അവിടുത്തേത്. രക്ഷയ്ക്കുള്ള ഏകനാമമാണ് അവിടുത്തേത്. അവിടുന്ന് സർവാധിപനാണ്. അവിടത്തേക്ക് തുല്യനായി ആരും തന്നെയില്ല. കാരണം അവിടുന്ന് രാജാതിരാജനാണ്. രാജാദി രാജൻ വാഴ 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 രാജാദി
എല്ലാവരുടെയും വിധിയാളനുമാണ്. അതുകൊണ്ട് അവിടുന്ന് കുറ്റം ആരോപിക്കാൻ സാധ്യമല്ല. എല്ലാവരും പറയട്ടെ, ഓ ലോകമേ, നിരീശ്വരവാദികളെ, സഭാവിരോധികളെ, ലൗകിക മനുഷ്യരെ, നിങ്ങളിൽ ആർക്ക് യേശുക്രിസ്തുവിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കും? എന്റെ വിശ്വാസ പരിശീലക, നിങ്ങൾ ഈ പറയുന്ന ക്രിസ്തുവിന്റെ മേലൊന്നും ഞാൻ കുറ്റം ആരോപിക്കുന്നില്ല. അവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് നിങ്ങളുടെ ഈ ബൈബിൾ അല്ലാതെ മറ്റെന്ത് തെളിവാണുള്ളത്? കേവലം ഒരു കഥയിലെ കഥാപാത്രത്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? സ്നേഹിത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യേശുക്രിസ്തു കേവലം ഒരു കഥയിലെ കഥാപാത്രമല്ല. പിന്നെയോ സത്യമായും മനുഷ്യനായി ചരിത്രത്തിൽ അവതരിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗീയ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയും ചെയ്യുന്നവനാണ് അവിടുന്ന്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നതിന് നിങ്ങളുടെ ഈ ബൈബിൾ മാത്രമല്ലേ തെളിവായുള്ളൂ? നിങ്ങളൊരു സത്യാന്വേഷിയായ നിരീശ്വരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. യേശുവിനെ കുറിച്ചുള്ള ചരിത്ര രേഖകളിൽ ക്രൈസ്തവ രേഖകളും അക്രൈസ്തവ രേഖകളും ഉണ്ട് എന്ന് താങ്കൾക്കറിയില്ലേ? നിങ്ങളിൽ ഞാനൊരു പരന്ന വായനക്കാരനെയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും അത് മോശമായി. താങ്കൾ എന്നെ ഉപദേശിക്കാതെ കാര്യത്തിലേക്ക് വാ. ചരിത്രം പറയുമ്പോൾ തെളിവുകൾ നിരത്തണം. തെളിവുകളോ? നിരത്താമല്ലോ. ചരിത്ര പുരുഷനായ യേശുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധത്തിൽ അനേകം അക്രൈസ്തവ രചനകൾ സാക്ഷി നൽകുന്നുണ്ട്. ഇതാ, താങ്കൾ ശ്രദ്ധിച്ചോളൂ. എന്റെ വിദ്യാർത്ഥികൾ ആ ചരിത്രകാരന്മാരെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. മക്കളെ, നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങൾ തയ്യാറാണ്. ക്രിസ്തുവിനെ സാക്ഷിയാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ പ്ലീനി. AD 61-നും 113-നും ഇടയിൽ റോമയിൽ ഞാൻ ജീവിച്ചു. ഞാനൊരു റോമാക്കാരനാണ്, പക്ഷെ ക്രിസ്ത്യാനിയല്ല കേട്ടോ. എന്റെ ലെറ്റേഴ്സ് എന്ന ഗ്രന്ഥസമുച്ചയത്തിൽ 10-ാമത്തെ വാല്യത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചും ക്രിസ്തുവിനെ പറ്റിയും ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പതിവായി പ്രഭാതത്തിന് മുൻപ് ഒരുമിച്ച് കൂടി ദൈവം എന്ന പോലെ ക്രിസ്തുവിന് സ്തുതിഗീതങ്ങൾ പാടി ആരാധിച്ചിരുന്നു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ നിരീശ്വര, 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശുവിനെ ദൈവമായി കരുതി ആരാധിച്ചിരുന്നു എന്നതിനുള്ള അക്രൈസ്തവ സാക്ഷ്യം. ഞങ്ങളുടെ കർത്താവിന്റെ ദൈവത്വം നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭ സ്ഥാപിച്ചെടുത്ത കാര്യമാണെന്ന ചിലരുടെയൊക്കെ ഈ വാദത്തിന് വ്യക്തമായ മറുപടിയാണ് മറ്റൊരു മതസ്ഥനും ചരിത്രകാരനുമായ പ്ലീനിയുടെ ഈ വാക്കുകൾ. ഞാൻ ടാസിറ്റസ്. ഞാനൊരു റോമൻ ചരിത്രകാരനാണ്. പ്ലീനിയെ പോലെ ഞാനും ക്രിസ്ത്യാനിയല്ല. AD 56-നും 120-നും ഇടയിൽ ഞാൻ ജീവിച്ചു. എൻ്റെ ആനൽസ് എന്ന കൃതിയിൽ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. AD 64-ൽ റോമായിലുണ്ടായ ഒരു അഗ്നിബാധയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതിയത്. പറയൂ ടാസിറ്റസ്, ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്ത്യാനിയെ പറ്റിയും നിങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ളത്? ക്രിസ്ത്യാനികൾ എന്ന വിഭാഗത്തിന്റെ ആരംഭകൻ ക്രിസ്തുവാണെന്നും ക്രിസ്തു തിബേരിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് പൊന്തിയൂസ് പിലാത്തോസിനാൽ വധിക്കപ്പെട്ടുവെന്നും ക്രിസ്ത്യാനികൾ എന്ന ഈ വിശ്വാസ പ്രസ്ഥാനം യൂദായിലാണ് ആരംഭിച്ചതെന്നും ഈ പ്രസ്ഥാനം പിന്നീട് റോമായിൽ പ്രചരിച്ചുവെന്നും ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനൊരു യഹൂദ ചരിത്രകാരനാണ്. എന്റെ പേര് ഫ്ലാവിയൂസ് ജോസെഫൂസ്. എന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ദി ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ യേശുവിനെ പറ്റി ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടിരുന്നുവെന്നും യേശു ഒട്ടേറെ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നുവെന്നും ഗ്രീക്കുകാരെയും യഹൂദരെയും യേശു തന്നിലേക്ക് ആകർഷിച്ചു എന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. യഹൂദരിൽ ചിലർ യേശുവിൽ കുറ്റം ചുമത്തിയപ്പോൾ പിലാത്തോസ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നുവെന്നും എന്നാൽ 3-ാം ദിവസം അവൻ വീണ്ടും ജീവനുള്ളവനായി പ്രത്യക്ഷപ്പെട്ടുവെന്നും ക്രിസ്തുവിന്റെ പേരിൽ വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഈ ഫ്ലാവിയൂസ് ജോസെഫൂസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു യഹൂദനാണ്. എന്റെ പേര് പ്രസക്തമല്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് ശേഷം യഹൂദ മതത്തിൽ ഉണ്ടായിട്ടുള്ള മതപരമായ കൃതികളുടെ സമുച്ചയമാണ് താൽമൂദ്. ഈ ഗ്രന്ഥത്തിലും ക്രിസ്തുവിനെ പറ്റി എഴുതി കാണുന്നുണ്ട്.
താൽമൂദ് എന്താണത്? വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത വാമൊഴിയായ പാരമ്പര്യങ്ങളും റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങളും കാലാകാലങ്ങളിൽ സമാഹരിച്ചു വെച്ചിട്ടുള്ളതാണ് താൽമൂദിന്റെ ഉള്ളടക്കം. BC 1-ാം നൂറ്റാണ്ട് മുതൽ AD 2-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അറമായ ഭാഷയിലാണ് ഇവ രചിക്കപ്പെട്ടത്. എന്റെ സ്നേഹിത, ഇതിൽ പറയാൻ തെളിവ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതെ, ഇതിൽ പറയാൻ തെളിവ് എന്താണ് വേണ്ടത്? ഹോ, നേരം പുലർന്നല്ലോ. നല്ല ഉറക്കം കിട്ടി. പക്ഷേ എന്തൊക്കെ സ്വപ്നങ്ങളാ ഞാൻ കണ്ടത്. സ്വപ്നത്തിൽ മുഴുവൻ ആ പാതിരിയുടെ ദൈവമായിരുന്നു. പല ദൈവങ്ങളെ പറ്റിയും സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ചങ്കിൽ തോന്നാത്ത എന്തോ ഒരു തീപ്പൊരി എന്റെ ഉള്ളിൽ കത്തുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ക്രിസ്തു ഈ കവിത പാടാൻ എന്നെ നിർബന്ധിക്കുന്നത് പോലെ. To copy this song for free. For unlimited free songs, dial 56700. When you have to say something to someone far away. ഹലോ, കുരിശുമല ആശ്രമത്തിലെ പാതിരിയല്ലേ? ഹലോ, ഇതാരാണ്? ഇതെന്റെ സ്നേഹിതനായ ആ കവിയല്ലേ? എന്തുണ്ട് വിശേഷം? അച്ചോ, ഈ ജീവിതത്തിൽ പല ദൈവങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ദൈവം മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. സ്വന്തം ജനത്തിന് വേണ്ടി സ്വജീവൻ ബലി കഴിച്ച ഒരു ദൈവത്തെ മറ്റൊരു മതത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഈ നല്ല വെള്ളിയിൽ സ്വയം ശൂന്യവൽക്കരിച്ച നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി ഈ കവിത പാടാൻ ഈ നിരീശ്വരവാദി തയ്യാറാണ്. ചോരയാൽ പ്രാണനിൽ എഴുതിയ പേരിന്റെ പേരാണ് സ്നേഹം. ചോരയാൽ പ്രാണനിൽ എഴുതിയ പേരിന്റെ പേരാണ് സ്നേഹം. മനവിറ്റു വീഴുമേ സ്നേഹപ്രവാഹത്തിൽ നനവെറ്റുരുതുവായ പാഴ്നിലങ്ങൾ, നനവെറ്റുരുതുവായ പാഴ്നിലങ്ങൾ. ചോരയാൽ പ്രാണനിൽ എഴുതിയ പേരിന്റെ പേരാണ് സ്നേഹം. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ഇതു നിനക്കായി, ഇനിയും നിനക്കായി. വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. വെറും വാക്കല്ലിതാഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണെടുക്കുക. തിരികെ വേണ്ടൊന്നും ഈ തിരിച്ചറിവുകളല്ലാതെ ഇത് നിനക്കായി, ഇനിയും ഉണർന്നിരിക്കേണ്ട ഒരു മണിക്കൂറും ഉണർന്നിരിക്കേ നിനക്ക് ഉണ്ടെങ്കിൽ അതും നിനക്ക്, ഇല്ലെങ്കിൽ അതും. ഈ തുറക്കും നവപുസും കാലം മറ നടകൊള്ളുക നേരിന്റെ ജീവരഥേ. ഒരു ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റൊടുക്കിയോണ്ടെന്ന നേരിൽ നനയുക. ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോന്നൊരേ ഗോതമ്പപ്പത്തുണ്ടിൽ
പല കൊടുങ്കാറ്റൊടുക്കിയോനുണ്ടെന്ന നേരിൽ നനയുക. ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോന്നൊരി ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റൊടുക്കിയോനുണ്ട്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചരിത്ര പുരുഷനായ ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഈ ദൃശ്യവിരുന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി. ഹലോ, താങ്ക് യു. നിങ്ങളുടെ ഈ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹമാണ്. 4 മണിക്കൊക്കെ വന്നിട്ട് ഇപ്പോഴും ഇത്രയും നേരം അത് ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ഇല്ല. ഇവിടെ നിന്നതിന് ഇവിടെ കാണികളായി വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു കയ്യടി പരസ്പരം നമുക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു പരിപാടി അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് വികാരിച്ചത് അനുവദിക്ക് മാത്രമല്ല, ഇതിലൊരു റോള് കൂടിയും നമ്മുടെ വികാരിച്ചും ചെയ്തു. വികാരിച്ച് ജേസൺ അച്ഛന് നല്ലൊരു കൈഡിയ നമുക്ക് നൽകാം. അതുപോലെ തന്നെ CLC യൂത്ത് അതിൻ്റെ ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നന്നായിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്നു. ഞങ്ങൾ അധികം പരിശീലനം നടത്തിയിട്ടില്ല, അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടായി കാണും. ഞങ്ങൾ ആദ്യമായിട്ടാണ് മുഴുവൻ ക്യാരക്ടർ വന്നിട്ട് ഇത് അവതരിപ്പിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഫൈനൽ സ്റ്റേജിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇത് അവതരിപ്പിച്ചത് ഇപ്പോഴാണ്. അതുവരെ ഞങ്ങൾ പരസ്പരം എല്ലാവരും മുഴുവനോടെ കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ ഡയലോഗ് പഠിച്ചു, അതിന് ഇവിടെ വന്ന് അവതരിപ്പിച്ചു. ഇതിൽ ശരിക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് പോലും മുഴുവനോടെ ഒരുമിച്ച് ചെയ്യാണ്ട് ഫൈനൽ റിഹേഴ്സൽ ഇത്രയെങ്കിലും നന്നാക്കാനായിട്ട് സാധിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം ഇവിടെ പ്രത്യേകം ഓർക്കുന്നു. വേലൂർക്കാർക്ക് നാടകവും കലയൊക്കെ വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആസ്വദിക്കാനായിട്ട് നിന്നതിനും പിന്നെ എൻ്റെ അപ്പനമ്മയും അനിയനും അനിയത്തിയാരൊക്കെ വന്നിട്ടുണ്ട്. അവരിത് വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നല്ല വെള്ളിയിലെ ശൂന്യവൽക്കരണം നമുക്കൊരു മാതൃകയായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈ കഥയുടെ ഇതിവൃത്തം അതൊരു യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവമാണ്. ഇതിലെ നിരീശ്വരവാദിയായിട്ടുള്ള കവി അത് മുരുകൻ കാട്ടകട എന്ന് പറയുന്ന കവിയാണ്. മുരുകൻ കാട്ടകട നമുക്കറിയാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമുട്ടുള്ള പാട്ടൊക്കെ എഴുതിയിട്ടുള്ള ആ കവിയുടെ അടുത്ത് ജോയ് ചെഞ്ചേരി എന്ന് പറഞ്ഞ അച്ഛൻ, നമ്മുടെ വികാരിച്ചൻ ചെയ്ത ക്യാരക്ടർ ജോയ് ചെഞ്ചേരി എന്ന് പറഞ്ഞ അച്ഛൻ, MCBS അച്ഛൻ, ഈ ഈശോയുടെ ഈ പീഡാസഹനത്തിന്റെയും ദിവ്യകാരുണ്യത്തിന്റെയും ഈ കവിത പാടാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. പിന്നെ സ്വപ്നം കണ്ടത് നമ്മൾ ഫിക്ഷൻ അതിലേക്ക് ആഡ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ സംഭവം ഇങ്ങനെയാണ്: പല ദൈവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ സ്വന്തം ജനത്തിന് വേണ്ടി ബലിയായി തീർന്ന ഒരു ദൈവം, ആ ദൈവത്തെ ഞാൻ ക്രിസ്തുവിൽ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടാമെന്ന് നിരീശ്വരവാദിയായിട്ടുള്ള മൃഗം കാട്ടുകട പറയുകയും തുടർന്ന് അച്ഛനെ ഫോം വിളിച്ച് ഈ പാട്ട് പാടാന്ന് പറയുകയും പാട്ട് പാടുകയും ചെയ്തതാണ്. നിങ്ങൾ യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നിനക്കായി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പാട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്ഷമയ്ക്കും എല്ലാത്തിനും കർത്താവിന് നന്ദി പറയുന്നു. ഈ ടീമിനും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കൊച്ചച്ഛൻ അത് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള CLC സുഹൃത്തുക്കളുടെ ഒക്കെ സഹകരണത്തോടെ മനോഹരമാക്കി അത് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. നിങ്ങൾ ഇവിടെ ഇത്രയും നേരം ഇത് ആസ്വദിച്ചതിനും സഹകരിച്ച എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നു.